ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്യുവർ ആർട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന തായ്ലാൻഡിൽ നിന്നുള്ള ഒരു തായ് മൂവിയാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. 2019 നവാപോൾ സംവിധാനം ചെയ്ത ഹാപ്പി ഓൾഡ് ഇയർ. മിക്ക മനുഷ്യരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഭൂതകാലം ഉണ്ടാവും. നമ്മളിങ്ങനെ ആ ചാപ്റ്റർ തുറക്കാൻ ഇഷ്ടപ്പെടാതെ എവിടെയെങ്കിലും ഇങ്ങനെ അടച്ചു മൂടി വെച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ അതിങ്ങനെ തുറന്നു നോക്കാൻ തോന്നും. എന്നാൽ വേദനിപ്പിക്കാതെ വളരെ കൈൻഡ്നെസ്സോടെയാണ് നമുക്ക് തുറന്നു നോക്കാൻ തോന്നുക. അതാണ് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ സിനിമയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്. นี่มึงคุยกับเขาครั้งสุดท้ายเมื่อไหร่อ่ะ 3 ปีที่แล้วกูก็ทิ้งเขาแบบเหมือนหยิบของใส่ถุงดำอะแล้วก็ทิ้งไปเลยไม่ได้บอกลาอะไรเลย ทิ้งคนอ่ะมันไม่เหมือนทิ้งของนะเว้ย ഭയങ്കര ക്വയറ്റായിട്ട് ഭയങ്കര ഇമോഷൻസ് ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതും നിലനിർത്തുന്നതും അവസാനിപ്പിക്കുന്നതിനും പറ്റിയൊക്കെ പറയുന്ന ഒരു മനോഹരമായ ചിത്രം. ജീൻ എന്ന പെൺകുട്ടി ഉപരിപഠനത്തിന് ശേഷം സ്വീഡനിൽ നിന്ന് തിരിച്ചവളുടെ വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. അവളുടെ വീടിന്റെ താഴത്തെ നില ഓഫീസായി മാറ്റാനും അതിനൊരു മിനിമലിസ്റ്റ് സ്റ്റൈല് കൊണ്ടുവരാനുമാണ് അവൾ ആഗ്രഹിക്കുന്നത്. അതിനായി വർഷങ്ങളായി അവരുടെ വീട്ടിൽ സൂക്ഷിക്കുന്ന സാധനങ്ങളൊക്കെയും ഉപേക്ഷിക്കാൻ വേണ്ടി അവൾ അവളുടെ അനിയനെയും അമ്മയും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നു. വീടിങ്ങനെ വൃത്തിയായി വെക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ജീൻ മനസ്സിലാക്കുന്നത് തൻ്റെ മനസ്സ് അൺസോൾവ്ഡ് ഇമോഷൻസ് കൊണ്ട് എത്രത്തോളം മെസ്സി ആയിട്ട് അടുക്കും ചിട്ടയും ഇല്ലാതെയാണ് കിടക്കുന്നതെന്ന്. ഇങ്ങനെ അടുക്കി വെക്കാൻ തുടങ്ങുമ്പോഴാണ് ജീൻ മനസ്സിലാക്കുന്നത് ഓരോ സാധനങ്ങളും ഓരോ മനുഷ്യരുമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന്. ഓരോ സാധനങ്ങൾക്കും ഓരോ കഥകളാണ്, ഓരോ ഓർമ്മകളാണ്. എന്നാൽ ജീനിന് ഇതൊക്കെ ഉപേക്ഷിക്കണം. അതിനാൽ അവൾ ഭയങ്കര കോൾഡായിട്ട് പ്രാക്ടിക്കലായിട്ട് പെരുമാറി ഒരു ഹാർട്ട്ലെസ് ആയിട്ട് എല്ലാത്തിനെയും ചവിറ്റുകൊട്ടിലേക്ക് വലിച്ചെറിയുകയാണ്. പക്ഷെ ഒരു പോയിന്റിൽ അവളുടെ മനസ്സ് മാറുകയാണ്. അങ്ങനെ അവളുടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ അവൾ ഓരോരുത്തരെ കണ്ടുപിടിച്ച് തിരികെ ഏൽപ്പിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ അവളുടെ പഴയ കാമുകന്റെ ക്യാമറയും കിട്ടുകയാണ്. എക്സ് കാമുകനായിട്ടുള്ള കണ്ടുമുട്ടലുകളും ക്ലോഷറും ഒക്കെ വളരെ മനോഹരമായിട്ട് സിനിമ പറയുന്നു. ലവ്, ഗിൽറ്റ്, റിഗ്രറ്റ്, ക്ലോഷർ ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ സിനിമ ഇറ്റ് ഫീൽസ് ലൈക്ക് സോ പേഴ്സണൽ ആൻഡ് റിഫ്ലക്റ്റീവ്.นี่คือกูมีหัวใจแล้วใช่ไหมมึงกูถึงรู้สึกอย่างนี้เนี่ย വലിയ ഡ്രാമാറ്റിക് സീൻസോ ലൗഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ ഒന്നുമില്ലാതെ ജീനിന്റെ എക്സ്പ്രഷനിലൂടെ സൈലൻസിലൂടെ ചെറിയ സ്മോൾ മൊമെന്റ്സ് ഒക്കെ കാണിച്ചാണ് വളരെ റിയൽ ആയിട്ട് സബ്റ്റിലായിട്ട് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. ജീൻ, നീ മീരാലോ? ലൈഫിൽ എന്തെങ്കിലും സാഹചര്യത്താൽ നിങ്ങൾക്ക് ആരെയെങ്കിലുമോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട എന്തെങ്കിലുമോ ഉപേക്ഷിക്കപ്പെടാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഈ നിമിഷം നീഡ്ഫുൾ ആയിട്ട് തോന്നുന്ന ഒരു കാര്യം ഈ സിനിമ നിങ്ങൾക്ക് ഉറപ്പായും നൽകും. A comfort and warm hug. Can we really throw away our past?